എൻ്റെ കെട്ടിയോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞാൻ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. കഴിഞ്ഞ വർഷം ഹാമ്പറാണ് കൊടുത്തത്, അതുപോലെ ഡ്രസ്സ്, ഷർട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒന്ന് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിരുന്ന് ചിന്തിച്ച് അവസാനം എനിക്ക് കിട്ടി. എന്താ വെച്ചാൽ ഒരു ഫോട്ടോ ഫ്രെയിം ആണ്. അപ്പോഴേക്കും ഫോട്ടോ ഫ്രെയിം ആണ് ഇത്ര ഇതായിരുന്നു. പക്ഷെ അതല്ല, ഫോട്ടോ ഫ്രെയിമിനല്ല കാര്യം, ആ ഫോട്ടോയ്ക്കാണ് പ്രധാനം. അത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഏട്ടൻ്റെ അച്ചാച്ചനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ്റെ ട്രെയിനിങ് പീരീഡിൽ പുള്ളിക്കാരൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ പണ്ടത്തെ ഫോട്ടോസൊക്കെ നോക്കുമ്പോഴുണ്ടല്ലോ, ഏട്ടൻ്റെ ഫോണിൽ പണ്ടത്തെ ഫോട്ടോസ് ഞാൻ വെറുതെ നോക്കി. അന്നേരം അച്ചാച്ചൻ്റെ കൂടുതൽ ഫോട്ടോസ് ഞാൻ അധികം കാണാറില്ല എന്നല്ല, ഒന്നുമില്ല. ആ ഒരു ഒറ്റ ഫോട്ടോ ഉണ്ട്, പക്ഷെ അതത്ര ക്ലിയർ ഇല്ല. പണ്ടത്തെ ഫോണൊക്കെ എടുത്താൽ ഒട്ടും ക്ലിയർ ഇല്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നു. അതായത് ഏട്ടൻ്റെയും അച്ചാച്ചൻ്റെയും വീട്ടിലൊരു ഫോട്ടോ ചെയ്തിട്ട് കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇടയ്ക്ക് ഏട്ടൻ പറയും അച്ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞാപ്പിനൊക്കെ നിലത്ത് നിറയിൽ കൊണ്ടുവയ്ക്കേണ്ടതെന്ന് ഞാനൊക്കെ പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ, ലൈക്ക് ഞാൻ, ഏട്ടൻ, കുഞ്ഞാപ്പി, അച്ചാച്ചൻ്റെ കൂട്ടിലൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കാമെന്ന്. ഒപ്പം തന്നെ വേറൊരു ഫോട്ടോ ഫ്രെയിം കൂടെ കൊടുക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ കേട്ടോ. ഞാൻ ഈ ഫോട്ടോ കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഐ എം ഡാം ഷുവർ ഹി വിൽ ക്രൈ. ഏട്ടൻ കരഞ്ഞില്ലെങ്കിൽ നോക്കിയോ, ഞാനാണെങ്കിൽ യൂട്യൂബിൻ്റെ വീഡിയോസ് ഞാൻ നിർത്താം, അത്രയ്ക്കും എനിക്ക് ഷുഗറാണ്. കാരണം ആൾക്ക് അച്ചാച്ചനെ നല്ല ജീവനാണ്. അപ്പോൾ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ കിട്ടുമ്പോൾ ഐ ക്യാൻ എക്സ്പെക്ട് ഹിസ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ കേക്ക് എപ്പോഴാണ് കട്ട് ചെയ്യുന്നത് ആ സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ആൾ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ ഞാൻ കുറേ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു പെണ്ണാണ് ഞാൻ കല്യാണത്തിന് മുന്നേ അത്. പക്ഷേ ഇപ്പം എനിക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ബർത്ത്ഡേക്ക്. അപ്പോൾ നമുക്ക് കിട്ടണം കേട്ടോ. പക്ഷേ കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഇതിൽ ക്ലിയർ ആകുന്നത് ഞാൻ ഫോട്ടോ ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഇത് കിട്ടുമ്പോൾ ഉറപ്പാണ് ആളെ ഭയങ്കര ഇമോഷണലോ. പിന്നെ ഞങ്ങളൊരു കല്യാണ ഫോട്ടോ ആണ്, കല്യാണ ഫോട്ടോ. സോ നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗിഫ്റ്റ് നമുക്ക് കവർ ചെയ്യാം കേട്ടോ. ഞാൻ ഇതൊക്കെ മേടിച്ചത് ഓൺലൈനിൽ നിന്നാണ്. അപ്പോൾ ഏട്ടൻ ഉള്ള സമയത്ത് വില കൊറിയർ പോയി കയറുകയാണ്. ഈശ്വര എൻ്റെ നെഞ്ചിങ്ങനെ കത്തും. കാരണം ഇത് സർപ്രൈസ് ആണല്ലോ കൊടുക്കണേ. അപ്പോൾ എന്ത് പാർസൽ വന്നാലും ഞാൻ ഏട്ടനോട് പറയും ഇതാട്ടോ വന്നേ അതാട്ടോ വന്നേ എന്നൊക്കെ. അപ്പോൾ ഭാഗ്യത്തിന് ഏട്ടൻ ഉള്ള സമയത്തല്ല ഈ മൂന്നും വന്നത്. അതായത് 2 ഫോട്ടോ ഫ്രെയിമും പിന്നെ ഈ ഫോട്ടോ കവർ ചെയ്യേണ്ട ഗിഫ്റ്റ് പേപ്പറൊക്കെ. അപ്പോൾ അങ്ങനെ ഏട്ടൻ അല്ലാത്ത സമയത്ത് വന്നപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം ഇത് പാക്ക് ചെയ്യാം കേട്ടോ. ഈ ഭാഗമൊന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. ആക്ച്വലി ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് പൊതിയണത്. സോ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാം. നമുക്കിതിലുണ്ടെങ്കിലും എഴുതാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഫോറെവർ ആൻഡ് ഓൾവേസ് എന്നാണ് എഴുതിയേക്കണേ. അപ്പോൾ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ലൈറ്റിന് എന്തോ പ്രശ്നം വന്നു കേട്ടോ. അപ്പോൾ ഇനി ചിലപ്പോൾ ഡിമ്മായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ. കവർ ചെയ്യാം. നമുക്ക് എഴുതാം. ഓക്കെ, സെറ്റ്. നമ്മുടെ ഗിഫ്റ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏട്ടൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കണതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഹറിബറിയിലായിരിക്കും ഫുഡ് ഉണ്ടാക്കുക. അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ചാൻസ് കിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞാപ്പിയും കയ്യിലുണ്ടാവും. അവളും കൂടി വെച്ചിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടർ, പിന്നെ മെയിൻ കോഴ്സ്, പിന്നെ ഡെസേർട്ട് അങ്ങനെയല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാനാണ് വിചാരിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചു കേക്ക് ഞാൻ ഉണ്ടാക്കാനേ. പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ട, ഞാൻ ഉണ്ടാക്കിയാൽ അധികം ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ കേക്ക് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഡെസേർട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, കേക്ക് ഉണ്ടല്ലോ, കേക്ക് എന്തായാലും കഴിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഭയങ്കര ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാനൊരു പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ലോഡഡ് ഫ്രൈസ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചിക്കൻ, മറ്റേ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടല്ലോ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിൻ കോഴ്സായിട്ട് ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ, അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ സാലഡ് അങ്ങനെയൊക്കെ. സോ അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. കുഞ്ഞാപ്പി കൂടി സമ്മതിക്കണം. അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. ബാ പറ. ഹാപ്പി ടു യു അപ്പു പറ.
ഹാപ്പി ബർത്ത്ഡേ. ഊതാം. 1 2. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് വേണം കേക്ക്. എനിക്ക് വേണ്ടേ? നമുക്ക് അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാം. അതെ, ഗിഫ്റ്റ് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഗൈസ്, ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകട്ടോ. ഇത്രയും ദിവസം ഏട്ടൻ്റെ വിചാരം വീഡിയോ ആണെന്നാണ് വിചാരം. നമ്മുടെ AI വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുമല്ലോ, അതാണെന്നാണ് വിചാരം. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടും. തരട്ടെ? 2 ഗിഫ്റ്റ് ഉണ്ട്. 2 ഗിഫ്റ്റ് ഉണ്ട്. ആ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് തുറക്ക്. തുറക്ക്, തുറക്ക്. അതാത്തിന് കാണിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതെന്തായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താ? ഫോട്ടോ ഫ്രെയിം. ആ, ഫോട്ടോ ഫ്രെയിം. എന്ത് ഫോട്ടോ ഫ്രെയിമാ? എന്ത് ഫാമിലി? നോക്ക്. വരച്ചതല്ലോ, വരച്ചതായിരിക്കും. ഷോട്ട് എടുക്കാം, ഷോട്ട് എടുക്കാം. അതിലെടുക്കണ്ട, അതിലെടുക്കണ്ട. ഏത് ഫോട്ടോ ആയിരിക്കും നമ്മുടെ? ഉദയപൂർ അല്ല. കണ്ണടച്ച് തുറക്ക്. കണ്ണടക്കി, കണ്ണടക്കി. ഒന്നല്ലെങ്കിൽ ഉദയപൂർ അല്ലെങ്കിൽ ഉദയപൂർ. ഉദയപൂര. ഒന്നല്ലെങ്കിൽ ഉദയപൂർ. ഞാൻ പറയുമ്പോ കണ്ണ് തുറക്കണേ. ഞാൻ പറയുമ്പോ കണ്ണ് തുറക്കാൻ പാടുള്ളൂ കേട്ടാ. ഞാൻ പറയുമ്പോ കണ്ണ് തുറക്കാൻ പാടുള്ളൂ. ശരി, ഞാൻ നിക്ക. തുറന്നോ? തുറന്നോ? കണ്ണ് തുറന്നോ? കഴിയാൻ വേണ്ടിട്ടാണോ തന്നെ? എന്താ? എനിക്കറിയാട്ടെ കരയൊന്നു. ഇഷ്ടമായോ? ഇഷ്ടമായോ? എനിക്കറിയാട്ടെ ഇഷ്ടമാവുന്നു. അശേ, കരയല്ലേ? ബർത്ത്ഡേ ആയിട്ട് കരയാൻ പാടില്ല. എനിക്കറിയാണ്ട് അത് ഇഷ്ടമായില്ലേ? ശരിക്കും കണ്ടിട്ടാലോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. പാപ്പ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് കരയുമെന്ന്. എനിക്ക് അറിയാം. ഏട്ടൻ ഭയങ്കര ഏട്ടൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതല്ലേ ഇത്, ഈ ഒരു മൊമെന്റ്. ചുണ്ട് കഴിയില്ല, കഴിയില്ല. ഫോട്ടോ ഇടുന്നിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ എത്ര തപ്പിട്ടാന്ന് രാജാസിന് ഒരു ഫോട്ടോ കിട്ടിയത്. എനിക്ക് ഹൊറായിരുന്നു, തപ്പലായിരുന്നു ഞാൻ. എന്നിട്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ ആദ്യം അച്ചാച്ചനെ കുഞ്ഞാപ്പി എടുക്കണ പോലെ നിർത്തി. പക്ഷെ അത് ഭയങ്കര ബോറായിരുന്നു. പിന്നെ അച്ചാച്ചനെ നടുക്ക് നിർത്തി. അച്ചാച്ചൻ കുഞ്ഞാപ്പിനെ എടുക്കണത്. പിന്നെ ഞാൻ നടുക്ക് നിർത്തി, അതും പോരാ. പിന്നെ അവസാനം വന്നത് ഫോട്ടോ, ഈ ഫോട്ടോയാ. പിന്നെ ഏട്ടന്റെ ചുണ്ട് ഞാൻ കാര്യമാക്കിയില്ല. എന്നെയാണ് നല്ല ഭംഗി. ഇഷ്ടായോ?
എന്തിനാ കരഞ്ഞ്? എന്തിനാ കരഞ്ഞ്? എന്തെങ്കിലും പറ. എന്താ പറയാനൊന്നും കിട്ടണില്ല, ഒന്നും പറയാൻ കിട്ടണില്ല. ഞാൻ പ്രതീക്ഷയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഏട്ടന് ഭയങ്കര എമോഷണലായി, ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. ആളെ ആക്ച്വലി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് കിട്ടുന്നു. പിന്നെ ഇതാ നമ്മൾ രാവിലെ എൻ്റെ ഫുഡ് ഉണ്ടാക്കി. രാവിലെ ദോശയായിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ബിരിയാണി ഉണ്ടാക്കി, ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ അതുണ്ടാക്കി, പിന്നെ ചിക്കൻ വറുത്തു, ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി, പിന്നെ പിസ്സ ഉണ്ടാക്കി. ഇത്രയൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഈ വെള്ളം, അതായത് ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അതും ഉണ്ടാക്കി. ലോഡഡ് ഫ്രൈസ്, പിസ്സ, ഒക്കെ ഞാൻ ഉണ്ടാക്കില്ല. ബ്രോസ്റ്റഡ് ചിക്കൻ, ബിരിയാണി. ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി സെലിബ്രേഷൻ. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു കേട്ടോ. കാരണം നമ്മൾ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അടുക്കള ഒന്നും സെറ്റായിട്ടില്ല, ഇതുവരെ സെറ്റായിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കേണ്ട കാരണം ഞാൻ കുറച്ച് ഉണ്ടാക്കണ കുക്കിംഗ് ഏരിയ മാത്രം കുറച്ച് സെറ്റ് ചെയ്തു. നല്ല പണി കുറേ എടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ബർത്ത്ഡേസൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ വരുള്ളൂ. അപ്പോൾ മാക്സിമം അത് മെമ്മറബിൾ ആക്കാന്നുള്ളൊരു ഇതിലായിരുന്നു എനിക്ക്. ക്ലീനിങ് നമുക്ക് പിന്നാലെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ കൊടുത്ത ഗിഫ്റ്റും ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ.